ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈവനിങ് ഡേ മൺഡേ ആണേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കൃഷിയായിട്ട് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. അതായത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് വഴുതനങ്ങ തൈയും തക്കാളി തൈയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പയർ തൈ കിട്ടിയതിലെല്ലാം നാശമായിപ്പോയി കേട്ടോ. നാശമായിപ്പോയല്ല, അത് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഇലയൊക്കെ പോയിരുന്നു. ഒരു തൈ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ നട്ടിട്ടുണ്ടേ. അപ്പം അതിന് വേണ്ടി ഞാൻ കുഴിയൊക്കെ എടുക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ആങ്ങളയുണ്ട്, എൻ്റെ മോളും ഉണ്ട് കേട്ടോ. അപ്പം അണ്ണനാണ് എനിക്ക് ബാക്കി എല്ലാ കുഴികളും എടുത്തത് അണ്ണൻ തന്നെയാണ് കേട്ടോ. കുറച്ച് ഏകദേശം ഒരു 20 തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 20 തൈക്ക് 10 കുഴിയാണ് എടുത്തത്. അതായത് ഈ 2 തൈ വെച്ച് ഞാൻ നട്ടേ. ഈ 2 തക്കാളി തൈ, ഈ 2 വഴുതനങ്ങ തൈയും വെച്ചിട്ടാണ് ഞാൻ നട്ടത് കേട്ടോ. വളമൊക്കെ ഇട്ടിട്ടാണ് നട്ടത്. അതായത് നമ്മൾ എല്ലുപൊടിയില്ലേ, എല്ലുപൊടിയാണ് വളമായിട്ട് എടുത്തിരുന്നത്. അപ്പം ഇതാണ് കേട്ടോ വഴുതനങ്ങ തൈയും തക്കാളി തൈയും, ഇതാണ് എല്ലുപൊടി. അപ്പോൾ ഈ എല്ലുപൊടിയാണ് ഞാൻ ഇട്ടത്. കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് കുറച്ച് എല്ലുപൊടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് നട്ടത്. എനിക്കറിഞ്ഞൂടാ പുഴുവൊക്കെ കയറുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ ഈ വിത്തിട്ട് ചെയ്യുന്നതൊക്കെ ഇല്ലേ, വിത്തിട്ടൊക്കെ ചെയ്യുന്ന മിക്ക കൃഷികളും എനിക്ക് അങ്ങനെ ഫ്ലോപ്പായി പോകാറാണുള്ളത്. പിന്നെ ഞാൻ ഒരു കൂൺ കൃഷി ചെയ്തായിരുന്നു, അതെനിക്ക് സക്സസ് ആയി കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇതാണ്, ഞാൻ വളമൊക്കെ ഇട്ട് അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നട്ടത്. എൻ്റെ മോളും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അവൾ കൂടെ നിൽക്കുമായിരുന്നു എല്ലാത്തിനും. അത് നട്ട് കൈ കഴുകി മാറുന്നത് വരെയും അവൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നേ. ഇപ്പം നല്ലോണം വളമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. ജൈവവളം ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എന്ത് നട്ടാലും ജൈവവളം ഇടുക, രാസവളം ചേർക്കാതിരിക്കുക. അതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കുക അല്ലേ. അപ്പം ഇതാണ്ട് തക്കാളി തൈ വളമൊക്കെ ഇട്ടിട്ട് ഞാൻ കുഴിയിലേക്ക് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് അത് നട്ട് കേട്ടോ. മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് വേറെ വളം 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് ചാരവും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പുഴുശല്യമുണ്ട് ഇവിടെ കേട്ടോ. എന്ത് നട്ടാലും പുഴു കയറുവേ. കൃഷിയെല്ലാം പുഴു കയറി നശിപ്പിക്കും കേട്ടോ. അപ്പം അതിനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും വഴി അതിന് കണ്ടുപിടിക്കണം. എന്നാണ്ട് ഇങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ കേട്ടോ, ഈ കാലാവസ്ഥയിൽ കൃഷി ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോഴപ്പോഴാണ് മഴയുണ്ട്, അതുപോലെ തന്നെ വെയിലും ഉണ്ട്. നമ്മുടെ എന്താ പറയുക, കൃഷിക്ക് ആവശ്യമായ വെയിലും മഴയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഈ സമയത്ത് ചെയ്താൽ നല്ലതാകാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ തൈകളെല്ലാം നട്ടതാണ്ട് അതിനെല്ലാം വെള്ളവും തളിച്ച് കൊടുക്കുന്നുണ്ട്. മോള് വെള്ളം തളിക്കാൻ നോക്കിയാണ് കേട്ടോ. അവൾ പക്ഷേ വെള്ളം എടുത്ത് തളിക്കുന്നത് കൊണ്ട് നല്ല കട്ടിക്കാണ്. അപ്പം ആ തൈ ആണെങ്കിൽ വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഞാൻ ഇതുകൂടി വെച്ച് കൊടുത്തു കേട്ടോ. എന്താ നമ്മുടെ ചകിരിയില്ലേ, ചകിരി എന്താണ് പറയുക, നമ്മുടെ തൊണ്ടിലെ ചകിരി, തേങ്ങയുടെ ചകിരി എടുത്തിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഇങ്ങനെ മൂട്ടിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോഴി ശല്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോഴി ചെയ്തെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ കോഴി ശല്യമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. അത് നശിച്ചു പോയാലും കാണിക്കാം, സക്സസ് ആയാലും കാണിക്കാം. എനിക്ക് എന്തായാലും ഉറപ്പില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കൃഷികളെ സ്നേഹിക്കുന്നവർ കൃഷി